ഇനി 11ാമത്തെ റുക്ന് എന്താണ്? വത്തശഹുദുൽ അവ്വലാണോ അഖീറാണോ? ഒന്നാമത്തെ തശഹുദ് റുക്നാണോ? ആണോ? ഒന്നാമത്തെ തശഹുദ് റുക്നല്ല, അത് വാജിബിൻ്റെ കൂട്ടത്തിലാണ് പെടുക. ഒരാൾ 4 റക്അത്തുള്ള നിസ്കാരം, രണ്ടാമത്തെ റക്അത്തിൽ എന്ത് ചെയ്തു? തശഹുദിൽ ഇരിക്കാൻ മറന്നു, നേരെ എഴുന്നേറ്റു, ഫാത്തിഹ തുടങ്ങി. അയാൾ പിന്നെ തശഹുദിലേക്ക് മടങ്ങണോ? അയാൾ അവസാനം എന്ത് ചെയ്താൽ മതി? 2 സഹവിൻ്റെ 2 സുജൂദുകൾ ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തവണ തശഹുദ് മറന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്തിട്ടില്ല? അത് മടക്കി നിർവഹിച്ചിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? 2 സുജൂദയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ തശഹുദ് എന്നുള്ളത് വാജിബാണ്. വത്തശഹുദുൽ അഖീർ, അതാണ് നിസ്കാരത്തിൻ്റെ റുക്ന്, അവസാനത്തെ തശഹുദ്. എത്രാമത്തെ റുക്നാണ്? 11ാമത്തെ റുക്നാണ്. അപ്പോൾ വത്തശഹുദുൽ അഖീർ എന്ന് പറഞ്ഞാൽ സുബഹിസ്കാരത്തിൽ ആകെ ഒരു തശഹുദല്ലേ ഉള്ളൂ. അപ്പോൾ അത് റുക്നാവോ? റുക്നാവും. അതായത് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള തശഹുദ്, അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള തശഹുദ് എന്താണ്? നിസ്കാരത്തിൻ്റെ റുക്നാണ്. ഒന്നാമത്തെ തശഹുദ്, രണ്ടാമത്തെ തശഹുദുള്ള നിസ്കാരങ്ങളുണ്ടാവും. 2ൽ കൂടുതൽ റക്അത്തുകളുള്ള നിസ്കാരങ്ങളിൽ ഒന്നാമത്തെ തശഹുദ് എന്താണ്? വാജിബാണ്. രണ്ടാമത്തെ തശഹുദ് റുക്നാണ്. ഇവിടെ തശഹുദ് എന്ന് പേര് വരാനുള്ള കാരണം എന്താ? ഈ തശഹുദ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇരുത്തല്ല കേട്ടോ. ആ ഇരുത്തം വേറെ റുക്നാണ്. ഇവിടെ തശഹുദ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്? അത്തഹിയാത്തു എന്ന് തുടങ്ങിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് തശഹുദ് എന്ന് പറഞ്ഞാൽ. അതാണ് റുക്ന്. ആ ചൊല്ലലാണ് എന്ത്? റുക്ന്. ആ ഇരുത്തമല്ല. ആ ഇരുത്തം റുക്നാണ്, അത് അടുത്ത റുക്നാണ്. ഇവിടെ പറഞ്ഞ അത്തഹിയാത്തു എന്ന് തുടങ്ങിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്ന ആ ചൊല്ലൽ, അതിനാണ് എന്ത് പറയാ? തശഹുദ് എന്ന് പറയാം. അവിടെ അവസാനത്തിൽ ആ ഷഹാദത്ത് വന്നുകൊണ്ടാണ് എന്ത് പേര് വന്നത്? തശഹുദ് എന്ന് പേരും വന്നത്. അപ്പൊ ഇതാണ് 11ാമത്തെ റുക്ന്.